കോൺഗ്രസ് നേതാവ് അലി പടിഞ്ഞാറേച്ചാലിനെ മർദ്ദിച്ച കേസിലെ പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തു. മുൻകൂർ ജാമ്യം ലഭിക്കാതെ വന്നതോടെ പ്രതികളായ എൽസൺ, ബേസിൽ എന്നിവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. രണ്ടുപേർക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. നവകേരള സദസ്സ് കോതമംഗലത്ത് നടന്ന ദിവസമാണ് നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ വെച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിന് മർദ്ദനമേറ്റത്. ഇതു സംബന്ധിച്ച് കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോതമംഗലം സ്വദേശിയായ എൽസൺ വി സജിയും തട്ടേക്കാട് സ്വദേശിയായ ബേസിൽ എൽദോസും റിമാൻഡിലായത്. മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയതിനെ തുടർന്ന് ഇരുവരും കോതമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഈ കേസിലെ മറ്റു പ്രതികളായ റിതേഷിനും അൽത്താഫിനും കോടതിയിൽ നിന്നും നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസും അലി പടിഞ്ഞാറേച്ചാലിലും ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ സമരങ്ങളും നടത്തി. അലി പോലീസ് സ്റ്റേഷന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തിയതിനെ തുടർന്നാണ് പോലീസ് രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ തയ്യാറായത്. പ്രതികൾക്കെതിരെയുള്ള മറ്റു കേസുകളുടെ വിവരങ്ങളും പോലീസ് കോടതിക്ക് നൽകി. റിതേഷിന്റെയും അൽത്താഫിന്റെയും ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അലി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. KCV ന്യൂസ്, നെല്ലിക്കുഴി.